ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സ് മാറി മുമ്പത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണിത്. അക്കിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മണിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ അതേ ഞങ്ങളുടെ പാട്ട് കണ്ടുകൊണ്ടിരിക്കാം. അമൽച്ചേട്ടൻ അവിടെ ഞങ്ങൾ തലേദിവസത്തെ ഓണത്തിന് പാടിയ പാട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അക്കിയുടെ അവിടെ നിന്ന് ഒരു വളവ് തിരിഞ്ഞ മണിയുടെ വീടായിട്ടാണ്. ഇപ്പോൾ തൊട്ടടുത്തായി, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, പോകാൻ എളുപ്പമുണ്ട്. അപ്പോഴേക്കും നമ്മളവിടെ എത്തി. അപ്പോൾ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം ആരൊക്കെ ഏതൊക്കെ പാട്ട് പാടണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ബർത്ത്ഡേയുടെ കേക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ദൈവം എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തൊമ്മും പാച്ചും ഒക്കെ ഫുൾ ഓണാട്ടാന്ന്. ഭയങ്കര ബഹളമായിരുന്നു. കുട്ടികൾക്ക് എന്തോ വീട്ടിൽ വിശേഷം നടക്കുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്തിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പാച്ചു ഇപ്പോൾ എൻ്റെ മടിയിൽ കയ്യിലിരിക്കുമ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ബഹളമാണ്. പിന്നെ നമ്മുടെ ഡിവൈൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, അവർ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ചാക്കോച്ചനെ ചെന്ന വഴിക്കന്നെ നമ്മുടെ മോൻ എടുത്തിട്ട് പിന്നെ ആർക്കും കിട്ടുന്നുണ്ടാവില്ല അവനെ. പിന്നെ ആസ് യൂഷ്വൽ ബാക്കിയുള്ളവർ ടി വി കാണുന്നു, കുട്ടികളുടെ കളി ഒരു സ്ഥലത്ത് നടക്കണു, നല്ല ബഹളം. മണി എപ്പോഴും പറയാറുണ്ട് അവിടെ ഭയങ്കര ബഹളമാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെയല്ലേ പോകാറുള്ളൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുട്ടികളുടെ ചിരിയും ബഹളവും അത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കൊക്കെ അത് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും ആകുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് അന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് അവർ ഡിവൈൻ്റെ ഫാദർ മാത്രം ആദ്യം ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം അവർ നേരത്തിന് കൃത്യത്തിന് ഫുഡ് കഴിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യണവരാ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പാതിരായിട്ട് പോണ ആൾക്കാരാണ്. ഇതിനെ കണ്ട ചാക്കോച്ചനെ കണ്ട ഫോട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചിരിയാണ്. ഇതിപ്പോൾ നമ്മൾ സെൽഫി ക്യാമറ എടുത്തപ്പോൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞതേ അവൻ്റെ കണ്ട ചാക്കോച്ചൻ്റെ കുറുമ്പ് കണ്ട. ചാക്കോച്ചൻ ഒരു കൊല്ലം വേണ്ട 6 മാസം കഴിയുമ്പോഴേക്ക് ഇവരെ വെല്ലണ കുറുമ്പനായിട്ട് മാറും. എല്ലായിടത്തേക്കും താഴ്ത്ത് നിർത്തി കഴിഞ്ഞാൽ ഒത്തിപ്പിടിച്ച് കയറുണ്ടാവൻ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് ലൈവായിട്ട് കേട്ടു നോക്കിട്ടാ. ഇവരുടെ കാര്യങ്ങളും വർത്താനമൊക്കെ ലൈവായിട്ട് കേൾക്കാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല ഓച്ചുവിൻ്റെ കൈപ്പുണ്യം. നല്ല അടിപൊളി നാടൻ പോർക്ക് പിന്നെ ബീഫ് ഫ്രൈ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഡിവൈൻ വെച്ച ചെമ്മീൻ കറി എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പയറുപ്പേരി, ഒന്നും പറയാനില്ല. ഓച്ചുവിന് ഭയങ്കര കൈപ്പുണ്യമാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഡിവൈൻ്റെ ചെമ്മീൻ കറിയും നല്ലതായിരുന്നു. പിന്നെ ഫുൾ ഡിസ്കഷൻസ് ആട്ടോ. അത് നിങ്ങൾക്ക് കേൾക്കാം. മാതാവേന്നുള്ളത് ഞങ്ങള് 3 ആളും കൂടി ഒരു ഉറക്ക പാടും. മാതാവേ അത് അതാ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കേൾക്കാൻ. ഇത് അമൽച്ചേട്ടൻ എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് പറയുമ്പോൾ ഡിവൈൻ്റെ എക്സ്പ്രഷൻ കണ്ട ബാക്കിൽ നിന്നിട്ട് അത് കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഡിവൈനാണ് അമൽച്ചേട്ടൻ എപ്പോഴും ഇങ്ങനെ ചുറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അത് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ കുറേ നേരം ഇരുന്ന് എല്ലാ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടോ അവർ തമ്മിലാണ് എല്ലാ പിന്നെ ആൻസണും ഉണ്ടായിരുന്നു കേട്ടോ. ആൻസണും എല്ലാവരും ഒന്ന് ഫുൾ ഫോമായിരുന്നു. എല്ലാവരും ഭയങ്കര കുറേ നേരം അവനും എന്താ പറയുക ഉറങ്ങാണ്ട് ഞങ്ങളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പാതിര അവിടുന്ന് പോകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പാതിര കഴിഞ്ഞു. അങ്ങനെ സംസാരിച്ച് 12 മണി കഴിഞ്ഞത് മറന്നുപോയി നമ്മൾ. അന്നായിരുന്നു മണിയുടെയും ടോണിപ്പാപ്പിനെയും സെപ്റ്റംബർ 15 വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വിഷ് ചെയ്യാനായിട്ട് 2 കൂട്ടരെയും വിളിച്ച് വരുത്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്പീക്കറിൽ വെച്ചേ കുറച്ച് ബാക്കിൽ കിക്ക്
ഇത് ഫോണിൽ തന്നെ കൈയൊന്നും പിടിക്കണ്ട പാട്ടിന് ചേരില്ല പിടിച്ച് കാർത്തിങ്ങനെ ഫോൺ മാറ്റി അല്ല അത് കഴിഞ്ഞ് 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങൾ വീണ്ടും ആ ഒരു പകുതിയിൽ കൂടുതൽ കേക്ക് ഉണ്ടായിരുന്നു, അത് ഫുള്ള് വട്ടട്ടിരുന്ന് ഞങ്ങൾ സദ്യ കഴിക്കണം ഇരുന്ന് കഴിച്ചു, കേക്ക് കഴിച്ച് തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ കുറച്ച് നേരത്തെ വീഡിയോ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ബാക്കി ഇനി ഞങ്ങൾ വീടെത്തുമ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ സദ്യ ഉണ്ണലും കാര്യങ്ങളതൊക്കെ ഏൽപ്പിച്ചൊക്കെയായിരുന്നു. സദ്യയും പിന്നെ അന്നത്തെ ദിവസത്തെ ഫംഗ്ഷനൊക്കെ ആയിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.